ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഡോസ് 10ൽ പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസറെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ കാണാൻ പറ്റും എൻ്റെ കറൻറ്റ് യൂസർ ഡെൽ എന്നുള്ള യൂസറാണ്. ഞാൻ ഈ യൂസറെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. യെസ്, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. ഞാനിവിടെ യൂസർ നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. യൂസർ നെയിം ജസ്റ്റ് യൂസർ എന്ന് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ഞാൻ ബ്ലാങ്ക് ആക്കിയിട്ട് തന്നെ ഇടുന്നുണ്ട്. പാസ്വേഡ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. ശേഷം നെക്സ്റ്റ് കൊടുക്കാം. യെസ്, ഇപ്പോൾ ഇവിടെ താഴെ കാണാൻ പറ്റും യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്. അത് ഏതാണ് വേണ്ടത് എന്നുള്ളത് ബൈ ഡിഫോൾട്ട് അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഞാനത് ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആക്കുന്നുണ്ട്. ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വിൻഡോസിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ യൂസർ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പുതിയ യൂസറിലോട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ആ ഒരു പുതിയ യൂസറിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറും അതേപോലെ പഴയ ഡെൽ യൂസറും കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ലോഗിൻ ചെയ്യാം. ഇതൊന്ന് അക്സെപ്റ്റ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ പുതിയ യൂസർ. നമ്മൾ പുതിയ യൂസറിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ആ ഒരു പഴയ യൂസർ ഡെൽ എന്ന യൂസർ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. കൺട്രോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ബൈ കാറ്റഗറിയിൽ തന്നെ വേണം. ഇൻ കേസ് നിങ്ങളുടേത് ഈ ലാർജ് ഐക്കൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യൂ ബൈയിൽ പോയിട്ട് കാറ്റഗറിയിലോട്ട് മാറ്റിയിടാം. അതിനുശേഷം യൂസർ അക്കൗണ്ട് വന്നിട്ടുള്ള ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 യൂസർ ഉണ്ട്. ഇതിൽ ഏത് യൂസർ ഇപ്പം നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസർ ഉണ്ട്, ഡെൽ യൂസർ ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട യൂസറെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കാം. ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ യൂസറിനകത്തുള്ള ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ്സ്, ഡോക്യുമെന്റ്സ്, ഫയൽസ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഞാനത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ കറൻ്റ്ലി ഉള്ള യൂസറുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കപ്പ് വരിക. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാനിത് ചെയ്തതിന് ശേഷം കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡെൽ യൂസറിൻ്റെ എല്ലാ ഡോക്യുമെൻസും നമ്മളിവിടെ ബാക്കപ്പ് ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്.